إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് സ്വയം ബാധ്യതയുള്ളതുപോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പല സ്ഥലങ്ങളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ആഴ്ചകളോളമായി സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ അടഞ്ഞുകിടന്ന് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഇടങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രളയബാധിതനായ ഒരാളെ സഹായിക്കാൻ ശ്രമിച്ച് മരണപ്പെട്ട കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, എന്റെ അച്ഛനെ എനിക്കൊന്ന് കാണിച്ചു തരണം. നമുക്കേറെ വേണ്ടപ്പെട്ടവരെ കാണാൻ ആഗ്രഹമുണ്ടാകും. മരണപ്പെട്ടവരെ കാണാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ദീർഘകാലമായി കാണാത്ത സുഹൃത്തിനെ കാണാൻ ആഗ്രഹിക്കാറുണ്ട്. അതിനൊക്കെ ഒരു കാരണമുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ടാണ് അവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചെയ്തു തന്ന സേവനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, സൂര്യനെയും ചന്ദ്രനെയും ഒരു കൂട്ടിമുട്ടലുകളില്ലാതെ സംവിധാനിക്കുന്ന, രാവും പകലും കൃത്യമായി ഒരു പ്രശ്നവുമില്ലാതെ ക്രമീകരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടായിട്ടുണ്ടോ? കാണാൻ ആഗ്രഹമുള്ളവരെ കാണാൻ വേണ്ടി ആളുകൾ ദീർഘമായി യാത്ര ചെയ്യും. മരത്തിന്റെ മുകളിലും ബിൽഡിങ്ങിന്റെ മുകളിലുമൊക്കെ കയറി നിന്ന് ഒരു നോക്കു കാണാൻ, പ്രിയപ്പെട്ടവരെ കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് റബ്ബിനെ ഒന്ന് കാണാൻ പൂതിയായി. വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിന്റെ 143-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു. റബ്ബുമായി സംസാരിച്ചപ്പോൾ റബ്ബിനോടുള്ള ചോദ്യമുണ്ട്, റബ്ബി അരീ അൻളുർ ഇലൈക്. എനിക്കൊന്ന് കാണണം റബ്ബേ, നിന്നെ ഒന്ന് കാണാൻ പൂതിയുണ്ടെന്ന്. ആ പൂതി എനിക്കും നിങ്ങൾക്കുണ്ടോന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞു, ലൻ തറാനി, കാണാൻ പറ്റൂല, എന്നാലും കാണണം. എങ്കിൽ വലാകിൻ ഉൻളുർ ഇലൽ ജബലി ഫഇൻ ഇസ്തഖറ മകാന ഫസൗഫ തറാനി. ആ മലയിലേക്ക് നോക്കിക്കോ, എന്നെ കാണാം.
ഫലമ്മാ തജല്ലാ റബ്ബഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസ സഇഖ. റബ്ബ് ആ മലയിൽ പ്രത്യക്ഷപ്പെട്ടു. മല തകർന്ന് തരിപ്പണമായി. മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. നിനക്ക് കാണണ്ട, എനിക്ക് ഉറപ്പാണ്, എനിക്ക് പേടി പ്രശ്നമല്ല. ആ റബ്ബിനെ ലോകത്ത് ആരെങ്കിലും കണ്ടോ? ഒരാളും കണ്ടില്ലെന്നാണ് അഹ്ലുസുന്നയുടെ അഖീദ. വഅലമു അന്നകും ലം തറൂ റബ്ബകും ഹത്താ തമൂതു. മരിക്കുന്നത് വരെ കാണാൻ പറ്റൂല. ഇഹലോകത്ത് ഒരാളും കണ്ടിട്ടില്ല. മുഹമ്മദ് നബി കണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബിയെ അൽ റഅയ്ത റബ്ബക, നിങ്ങൾ റബ്ബിനെ കണ്ടോ? ഖാൽ നൂർ അന്നാ അറാ, അതൊരു പ്രകാശമാണ്, നൂറാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞില്ലേ? ഞാൻ എങ്ങനെ കാണാനാണ്? അപ്പോൾ മുഹമ്മദ് നബിയും കണ്ടില്ല. മുഹമ്മദ് നബി സംസാരിച്ചു, മൂസ നബി സംസാരിച്ചു, പക്ഷേ ഒരാളും കണ്ടില്ല. കാണും. ആര് കാണും? എല്ലാരും കാണോ? കാണൂല. വിശ്വാസികൾ കാണും സ്വർഗത്തിൽ. സ്വർഗത്തില് പോകുന്ന ആളുകൾക്കുള്ള ഭാഗ്യാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅലമു ആഖിറ അഹ്ലിൽ നാരി ഖുറൂജൻ മിൻഹാ വആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലുൽ ജന്ന. നരകത്തുനിന്ന് അവസാനം രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ലാസ്റ്റ് പോകുന്ന ഒരാൾ ഇനിയില്ല, കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് പോകുന്ന ആളാണ്. ഇനി സ്വർഗത്തേക്ക് ഒരാൾ വരാല, ക്ലോസ്. അയാൾ എങ്ങനെ വരിക? യഖ്റുജു മിനന്നാരി ഹബ്വാ, നരകത്തിൽ നിന്ന് ഇയഞ്ഞുകൊണ്ടാണ് അയാൾ വരിക. അല്ലാഹു അയാളോട് പറയും ഇദാ ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ പോയിക്കോ. ഫയഅതിഹാ ഫയുഖയ്യലു ഇലൈഹി അന്ന ആമല, അത് നിറഞ്ഞതുപോലെ അയാൾക്ക് ഫീൽ ചെയ്യും. അയാൾ റബ്ബിനോട് തിരിച്ചു ചെന്നിട്ട് ചോദിക്കും യാ റബ്ബ് വജദ്തു ആമല, സ്വർഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു സ്പേസ് ഇല്ല. വീണ്ടും അല്ലാഹ് അടിമയോട് പറയും ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, പോ സ്വർഗത്തിലേക്ക്. ഇന്നലക മിസ്ല അശറതി അംസാലി ദുനിയ, ദുനിയാവിന്റെ 10 ഇരട്ടി നിനക്ക് സ്വർഗത്തിലുണ്ട്. അയാൾ ചോദിക്കും റബ്ബേ, ഞാൻ നരകത്തിൽ നിന്ന് ലാസ്റ്റ് പോണ ആളാണ്, ഞാനാണ് സ്വർഗത്തിൽ അവസാനക്കാരൻ, എന്നെ കളിയാക്കാണ് റബ്ബേ? ഞാൻ കളിയാക്കല്ല, നിനക്ക് അത്ര ഉണ്ട് എന്നാ. ആ സ്വർഗത്തിൽ അവസാനം പോകുന്നവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ആദ്യം പോകുന്ന ഒരാളുണ്ടാവൂലേ? നരകത്തിൽ കടക്കാതെ പോകുന്ന ആളുണ്ടാവൂലേ? അയാളെ ഭാഗ്യം എത്രയായിരിക്കും? ആ സ്വർഗത്തിലെത്തിയിട്ടാണ് ആരെ കാണാൻ പറ്റിയ അറിയോ? റബ്ബിനെ കാണാൻ പറ്റുക. അതിന് അങ്ങേയറ്റത്തെ ആഗ്രഹം വേണം. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ കാണാൻ ആഗ്രഹമുള്ളതുപോലെ, 10ാം ക്ലാസ്സിൽ പഠിച്ചവനെ കാണാൻ ആഗ്രഹമുള്ളതുപോലെ, തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവനെ കാണാൻ ആഗ്രഹമുള്ളതുപോലെ അല്ല, അതിനേക്കാൾ വലുതായിട്ട് കാണാൻ ആഗ്രഹം വേണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഹ വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഹ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരാണ് റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? അഹബ്ബ അല്ലാഹു ലിഖാഹ, റബ്ബ് അവനെ കാണാൻ ആഗ്രഹിക്കും. ഇങ്ങനെ ആലോചിച്ചോക്കി, എന്നെ കാണാൻ റബ്ബ് ആഗ്രഹിക്കുന്നുണ്ടാവോ? കാരണം ഞാൻ അങ്ങോട്ട് ആഗ്രഹിക്കണ്ടേ റബ്ബിനെ കാണാൻ? അങ്ങനെ ആഗ്രഹിച്ചാൽ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കും. ഇഷ്ടമല്ലെങ്കിൽ റബ്ബ് എന്നെ കാണാൻ ഇഷ്ടമുണ്ടാവൂല. ദുനിയാവിൽ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണ്ടല്ലേ? എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ റബ്ബേ എനിക്ക് നിന്നെ ഒന്ന് കാണണം, അസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹി വശൗഖ ഇലാ ലിഖായി ഫീ ഗൈരി ളറാ മുളിറതൻ വലാ ഫിത്നതിൻ മുളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിച്ചൊരു ചോദ്യമാണത്. വഅസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക, നിന്റെ മുഖം നോക്കി ആസ്വദിക്കാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖായി, നിന്നെ കാണുമ്പോഴുള്ള ഹുബ്ബ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാതെ നിന്നെ എനിക്ക് കാണണം. കാണുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിലേക്ക് പോയാൽ യഖൂലുല്ലാഹു തബാറക വ തആല, സ്വർഗ്ഗക്കാരോട് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്. സ്വർഗ്ഗക്കാരോട് തുരീദൂന ശൈഅൻ നസീദുകും, ഇനി എന്തെങ്കിലും വേണം നിങ്ങൾക്ക്? മതിയായോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അവര് പറയുന്നതാണ് സ്വർഗ്ഗത്തിൽ വെച്ച ആൾക്കാർ, അലം തുബയ്യിൽ വുജൂഅനാ വതുദ്ഖിലൽ
ജന്നാ വതുൻജീനാ മിനന്നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞങ്ങളെ മുഖം വെളുപ്പിച്ചു, സ്വർഗത്തിൽ ഞങ്ങളാക്കി. മതി, ഇത് മതി എന്ന് അല്ലാഹു പറയും. അല്ല, ഇനിയുണ്ട്, എനിക്ക് ചിലതും കൂടി തരാണ്ട്. ആ നേരത്താണ് ഫയക്ഷിഫുൽ ഹിജാബ, മറയ നീക്കി റബ്ബ് അവരോട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. റബ്ബിനെ അവരിങ്ങനെ നോക്കിക്കാണും സന്തോഷത്തോടെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റബ്ബ് വരും എന്നിട്ട് ചോദിക്കും, എന്താ നോക്കണമെന്ന് സ്വർഗ്ഗക്കാരെ? ഞങ്ങൾ റബ്ബിനെ കാത്തിരിക്കാണ്, ഞാനാണ് നിങ്ങളെ റബ്ബെന്ന് പറയുന്ന സുന്ദര നിമിഷമുണ്ട്. ഇങ്ങനെ കാണാറിയോ? പൂർണ്ണചന്ദ്രനെ കാണും. സഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകത്തേക്ക് ചൂണ്ടിയിട്ട് 14 രാവിലെ ചന്ദ്രനെ നോക്കിയിട്ട് ചോദിച്ചു സഹാബത്തിനോട്, നിങ്ങൾ ലൈലത്തുൽ ബദ്റിനെ കണ്ടില്ലേ? പൂർണ്ണചന്ദ്രനെ കണ്ടില്ലേ? ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ കാണുന്ന ചെയ്യും. കമാ തറൗന ആദൽ ഖമർ, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളെ റബ്ബിനെ കാണും. ആ റബ്ബിനെ കാണണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ചില കണ്ടീഷൻസ് ഉണ്ട്. ഇന്ന് നമ്മള് ഓതേണ്ട സൂറത്ത് കഹഫിന്റെ അവസാനത്തെ വചനം ഓർമ്മയുണ്ടോ? നേരം കിട്ടി ഓതിയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ബാക്കി നോക്കി, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നേരം കിട്ടിയിരിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, ഇത് അവസാനിപ്പിച്ചിട്ടാണ് ഇന്ന് നമ്മളിപ്പോ കഹഫ് ഓതിയിട്ടാണ് ജുമാക്ക് ഇരിക്കുന്നുണ്ടാവുക. എന്താ ആയത്തിന്റെ അവസാന പകരം? ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരാണോ തന്റെ രക്ഷിതാവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവന് 2 കണ്ടീഷനുകളുണ്ട്. ഫൽയഅമൽ അമലൻ സാലിഹാ, അമലു സ്വാലിഹാത്ത് വേണം. എന്താ അമലു സ്വാലിഹാത്ത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതൊക്കെ ചെയ്യാ. ബാക്കി എത്ര നന്മയാണെന്ന് വിചാരിച്ച് ചെയ്താലും അത് ബിദ്അത്താകും. ഉദാഹരണം പറയാ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ധാരാളം സ്വലാത്ത് അധികരിക്കാൻ പറഞ്ഞു. എന്നാ ഒരാൾ പറയാണ്, ഞാൻ വെള്ളിയാഴ്ച 100 തവണ സ്വലാത്തിലും പറഞ്ഞാൽ അവിടെ തെറ്റാകും. 100 എണ്ണം പറഞ്ഞില്ല, എത്രയും ചെല്ലാൻ പറഞ്ഞു. ദീനായിട്ട് പറഞ്ഞത് ഒക്കെ സുന്നത്താണ്, ദീനല്ലാതെ പറയാൻ നല്ലതാണെങ്കിൽ ബിദ്അത്താകും. അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ പറഞ്ഞു. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. തന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അല്ലാഹയല്ലാത്ത ഒരാളോട് പറയാതിരിക്കുക. ഒരു നൂല് കെട്ടാതിരിക്കുക. ഒരു ജാറത്തിൽ പൂവിടാതിരിക്കുക. അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു പടപ്പുകളോട് ആവശ്യങ്ങൾ, അയാൾക്ക് സാധിക്കാത്ത ആവശ്യങ്ങൾ പറയാതിരിക്കുക. എങ്കിൽ നമുക്ക് അല്ലാഹുവിനെ കാണാം. അള്ളാഹുവിനെ കാണുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ കാണും ആര്? വിശ്വാസികളാണ്. ഇനി കാണാത്തവരുണ്ട്. സൂറത്തു മുത്തഫിഫീൽ അല്ലാഹു പറയാ, ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ, ആയത്തുകൾ ഓതി കേൾപ്പിച്ചാൽ ഇതൊക്കെ പൗരാണികമായ വാക്കുകളല്ലെന്ന് പറയുന്ന പുരാണങ്ങളല്ലേ എന്ന് പറയുന്നവർ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, മനസ്സ് കല്ലായവരെ, മനസ്സ് കട്ടിയായവർ, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവർക്ക് അവരെ റബ്ബിനെ കാണാനേ ആവുകയില്ല, മറയിടപ്പെടും. അപ്പൊ ആരെ കാണുള്ളൂ? വിശ്വാസികളെ കാണുള്ളൂ, സ്വർഗത്തിനെ കാണുള്ളൂ, അല്ലാത്തവര് കാണൂല എന്നാണ്. അത് ആർക്കാണ്? അല്ലാഹു പറയാണ് അവർക്ക് കാണാൻ പറ്റുന്ന. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, റബ്ബ് നിങ്ങളെ വിളിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവൻ ചില ആളുകൾക്ക് മാർഗം കാണിക്കും. ലില്ലദീന അഹ്സനുൽ ഹുസ്ന, ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് ഹുസ്നയാണുള്ളത്. ഹുസ്ന സമം
സ്വർഗം. സ്വർഗത്തിനും അപ്പുറം ചിലതുണ്ട്. സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലും അപ്പുറമുണ്ട്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ഒരു ലോകമുണ്ട് സ്വർഗം. ഷുഗർ ഇല്ല ഒരാൾക്ക്, ഇവിടുന്ന് ജിലേബി കാണുമ്പോ ഒരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പേടിച്ചിട്ട് കഴിക്കൂല. കൊളസ്ട്രോൾ ഉള്ള ഒരാൾക്ക്, പൈസ ഇല്ലാത്ത ഒരാൾക്ക് ഒരു പ്രശ്നമില്ല, ആഗ്രഹിക്കുന്നത് കിട്ടും. എല്ലാം കിട്ടുന്ന ഒരു ഇടം വേണ്ടേ, അതാണ് സ്വർഗം. അവിടെ അല്ലാഹു പറഞ്ഞു നന്മകൾ ചേർക്ക് സ്വർഗാണ് വസിയാദ, അധികമുണ്ട് എന്നാണ്. എന്താണ് അധികം എന്നറിയോ? പണ്ഡിതന്മാര് പറഞ്ഞു അത് അള്ളാഹുവിനെ കാണലാണ്. സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞത് കൺകുളിർമയാണ്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സൗഖ്യം അത് അല്ലാഹുവിന്റെ വജ്ഹിൽ കാണലാണ്. ആ വജ്ഹ് കാണുന്നത് ആർക്കാണറിയോ? സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞു വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. ലഹും അവർക്കുണ്ട്. ഞാൻ പറയാൻ പോണ ആൾക്കാർക്കുണ്ട്, അതിൽ ഞാൻ ഉണ്ടോന്നാണ് ഞാൻ അവരുണ്ടോന്ന് ആലോചിക്കണ്ട, നിങ്ങൾ ഉണ്ടോന്ന് ഞാൻ ആലോചിക്കണ്ട, ഞാൻ ഉണ്ടോന്ന് ഞാൻ ആലോചിക്കാം. അവർക്കുണ്ട് ലഹും ഫീഹാ മാ യശാഊൻ, സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ. വലദൈനാ മസീദ്, അധികമുണ്ട്. അതേതാണ്? അള്ളാഹുവിന്റെ വജ്ഹ് കാണലാണ്. അതാർക്കുള്ള അറിയോ? 4 ഗുണങ്ങൾ അവിടെ പറഞ്ഞു. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ്, സ്വർഗം അടുത്തായി മുത്തഖീങ്ങൾക്ക് കൊണ്ടുവരും. വല്ല പ്രത്യേകം എന്താ അറിയോ? ഹാദാ മാ തുഅദൂൻ ലികുല്ലി അവ്വാബിൻ, അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങാം ഒരു സ്വഭാവമാണ് അത്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാം, തന്റെ തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് ഏറ്റുപറയുന്നവർ. ഹഫീൽ, അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കുന്നവർ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായ അല്ലാഹുവിനെ പേടിക്കുന്നവർ. ഭാര്യ കാണൂല, ബോസ് കാണൂല, ഹസ്ബൻഡ് കാണൂല, വീട്ടുകാരും നാട്ടുകാരും കുട്ടികളൊന്നും കാണൂല, ഐബിയായ എന്നെ റബ്ബ് കാണുമെന്ന് തോന്നുന്നവൻ. അതേപോലെ തന്നെ അവർക്കുണ്ട് മുനീബ്, നല്ല നിഷ്കളങ്കമായ ഹൃദയം, ആരോടും പകയും വിദ്വേഷവും തെറ്റും വാശിയും കൊയ്തും കാണുമൊന്നുമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകൾ. ഈ 4 ഗുണങ്ങളുള്ള ആളുകൾക്ക് സ്വർഗത്തിലെത്തും. അവിടെ അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന ഈ ഗുണങ്ങൾ എനിക്കുണ്ടോന്ന് ഞാനാണ് ആലോചിക്കേണ്ടത്. എന്റെ മൊബൈലിൽ ഞാൻ ഒറ്റക്കായാൽ അശ്ലീലത കാണുന്ന ആളാണോ ഞാൻ? എന്റെ മൊബൈലിൽ ഞാൻ ഒറ്റക്കായാൽ ഹെഡ്സെറ്റ് കുത്തിവെച്ച് സിനിമ ആസ്വദിക്കുന്നവനാണോ ഞാനെങ്കിൽ ഈ പറഞ്ഞതിൽ പെടൂല സുഹൃത്തുക്കളെ. ആഗ്രഹം മാത്രമേ ഉണ്ടാകുള്ളൂ, പക്ഷെ പ്രവർത്തനം ഉണ്ടാകൂല. അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്നെന്താ നിങ്ങൾക്ക് അള്ളാഹനെ കാണാൻ 4 സ്വഭാവങ്ങൾ പറഞ്ഞു. അടുത്തൊരു മാർഗം എന്താ അറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൻ സറഹു അയ്യൽ ഖല്ലാഹ ഉദൻ മുസ്ലിമാ. ഇതിനെ ഞാൻ ഉണ്ടോന്നാണ് ചിന്തിക്കേണ്ടത്. നാളെ ആർക്കെങ്കിലും റബ്ബിനെ കാണാൻ പൂതിയുണ്ടോ മുസ്ലിമായിട്ട് എങ്കിൽ അയാൾ ചെയ്യണമെന്നറിയോ? എവിടെ നിന്നാണോ ബാങ്ക് കൊടുക്കുന്നത് അവിടെ ചെന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. ആണുങ്ങളോടാണ്, പെണ്ണുങ്ങളോടല്ല. നിങ്ങളുടെ റസൂലുള്ളാഹിക്ക് അല്ലാഹു ശറഅാക്കപ്പെട്ടതാണ്. ഏത്? ബാങ്ക് കൊടുത്തിട്ട് പോയിട്ട് നിസ്കരിക്കാൻ. എനിക്കും കൂട്ടോ, ബാങ്ക് കൊടുത്തെടുത്ത് പോയിട്ട് നിസ്കരിക്കാന്നുള്ളത് അതെന്താണ്? സുനനുൽ ഹുദയാണ്, സന്മാർഗത്തിലേക്കുള്ള മാർഗമാണത്. വീട്ടിൽ നിസ്കരിച്ചവരോടാട്ടോ, നിസ്കരിക്കാത്തവരോടല്ലേ? നിസ്കരിക്കാത്തവരോടല്ല, വീട്ടിൽ നിസ്കരിക്കണവരോടാ പറയണം. ولو أنكم صليتم في بيوتكم كما يصلي هذا المتخلف في بيته لتركتم سنة نبيكم.
നിങ്ങൾ പള്ളിയിൽ വരാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കണ വെച്ചാൽ നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് കളഞ്ഞോലാണ്. ഇന്ന് സുബൈപ്പ് കഴിഞ്ഞില്ലേ, അതിലുണ്ടോക്കി സുന്നത്ത് കളഞ്ഞോലിയിൽ ഉണ്ടോക്കി. അള്ളാഹു ശറഅാക്കിയത് പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാനാണെന്ന് പറയില്ല. എനിക്ക് നിങ്ങൾക്ക് എന്ത് പൂതിയുണ്ട്? ആരെ കാണാൻ പൂതിയുണ്ട്? റബ്ബിനെ കാണാൻ പൂതിയുണ്ട്. പണിയെടുക്കണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുള്ളവരോടാ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒതുടുത്ത് പള്ളിയിലെത്തി അടിപൊളിയായി നിസ്കരിച്ച ആള് വൈകി എത്തുന്നത് പോലും നിഫാഖാണോ എന്ന് ഞങ്ങൾ പേടിച്ചിരുന്നു. ഇപ്പൊ വരാത്ത ആളെ കഥ പറയണോ? അവിടെ പറഞ്ഞെന്താ നിങ്ങൾക്ക്? വേറൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സഹാബത്ത് ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു നോക്കി, അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദാ ലാ തുലാമൂന ഫീ റുഹിയതിഹി. നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ റബ്ബിനെ കാണും, ഒരു മറയും ഉണ്ടാകുന്നതല്ല. എന്തുവാണറിയോ? ഫൈൻ ഇസ്തതഅതും അല്ലാ തുഅലിബു അല്ലാ തുഅലബു അലാ സ്വലാത്തിൻ ഖബല തുലൂഇ ശംസി വഖബല ഉറൂബിഹാ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അസറും സുബഹിയും. അസറിന്റെ പ്രശ്നം എന്താ? ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയക്കാരം 4 മണിക്ക് അടുത്ത പള്ളി ജമാഅത്തുണ്ടാവും, കിട്ടൂല. അപ്പുറത്തെ പള്ളിയിൽ 5 മണിക്ക് ഉണ്ടാവും, അപ്പൊ ട്രാഫിക്കിലും ആയിരിക്കും. എവിടുന്ന നിസ്കരിക്കണ്ടേ? ജമാഅത്തായിട്ട് കിട്ടാറുണ്ടോന്ന് നമ്മളാ ചിന്തിക്കണ്ടേ. അസറിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റ ബിൽ മഖ്മസ് എന്ന സ്ഥലത്ത് നിങ്ങൾ റസൂലുള്ളാഹി അസ്ർ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. ഇന്നാദി സ്വലാ ഉരിളത അലാ മൻ കാന ഖബലകും. നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും അസ്ർ ഉണ്ടായിരുന്നു കേട്ടോ. ഫളയ്യുഹാ, അവരതിനെ കളഞ്ഞു കുളിച്ചു. വമൻ ഹാഫള അലൈഹാ കാന ലഹു അജ്റുഹു മറത്തൈൻ. അസ്ർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നവന് 2 കൂലിയുണ്ട്. ശ്രദ്ധിച്ചതിന്റെ കൂലിയുണ്ട്. ബാംഗ്ലൂർ ഭയങ്കര സുഖമാണ്. ഏത് പള്ളിയിൽ നിന്ന് എപ്പോഴെങ്കിലും എവിടെ നിന്നും ജമാഅത്ത്. ഒരു പള്ളി മാത്രമല്ല, നാട്ടിലൊക്കെയാണെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുള്ളൂ. എല്ലായിടത്തും 4-5 ആപത്തിന്റെ ആയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും പോയാൽ എന്ത് ചെയ്യും? കിട്ടും. പക്ഷെ നമുക്ക് കിട്ടാറുണ്ടോന്നോ? അസറാണ്. അള്ളാനെ കാണാൻ പൂതിയിലോടെ പറയും. രണ്ടാമത്തെ നിങ്ങൾക്ക് സുബഹിയാണ്. വേൾഡ് കപ്പിന് 3 മണിക്കൂർ 4 മണിക്കൂർ ഉറക്കൊഴിച്ചന് സുബഹിക്ക് എണീക്കാൻ മടി. അപ്പൊ നമ്മളെ പ്രയോറിറ്റി കൊടുക്കണതിനനുസരിച്ചാണ്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വേൾഡ് കപ്പിൽ ഏകദേശം എല്ലാ കളിയും കണ്ടു. ഞാൻ അയാൾ തിരിച്ചു വെച്ചു, നിങ്ങൾ എല്ലാ ദിവസവും സുബഹിക്ക് പോകേണ്ടി വെച്ചു. ഇല്ല, എപ്പോഴെങ്കിലും ഒക്കെ പോകും, ഒഴിവുണ്ടാവുമ്പോഴൊക്കെ. നമുക്ക് പറ്റിയിട്ടില്ല. ഇനി സുബൈനെ പറ്റി എന്റെ റസൂൽ പറഞ്ഞവരോ, അജിബ റബ്ബുനാ മിൻ റജുലൈൻ. 2 ആളുകളെ പറ്റി അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. റജുലൻ, ഒരു മനുഷ്യൻ, സാറ വിതാഅൻ വിതാഇഹി വലിഹാഫിഹി മിൻ ബൈനി ഹിബ്ബിഹി വഅലിഹി ഇലസ്സലാ. പ്രിയപ്പെട്ടവരെ, വിട്ടവന്റെ വിരിപ്പിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വന്ന മനുഷ്യനെ നോക്കിയിട്ട് അല്ലാഹു പറയും, മലക്കുകളോട് പറയും, മുൻളുറു ഇലാ അബ്ദി. ഞാൻ ഉണ്ടോന്ന് ചിന്തിച്ചോളിട്ടോ. ഇന്ന് സുബൈക്ക് അല്ലാഹു പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക? എന്നെ പറ്റി എന്താ, നിങ്ങളെ പറ്റി എന്താന്ന് ചിന്തിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവും മലക്കളോട്, എന്നിട്ട് മാറ്റം അറിയോ? 2 പദത്തിന്റെ മാറ്റം. ബെഡ് ഉണ്ട്, അതിന്റെ മുകളിൽ വിരിയുണ്ട്, പിന്നെ പുതപ്പുണ്ട്. നല്ല സുഖല്ലേ ഉറങ്ങാന്? അതുണ്ട് ഇടയ്ക്ക്. പിന്നെ ആരുണ്ട് അടുത്തരോ? പ്രിയപ്പെട്ടവരുണ്ട്, ഭാര്യ മക്കളൊക്കെ അടുത്തുണ്ട്. കിടക്കുമ്പോ ഒരു സുഖാണ്. ആ സുഖല്ല നേരത്തെ എല്ലാം വിട്ടേച്ചിട്ട് എണീറ്റു. ഒരു സ്ഥലത്ത് 5:12 നിസ്കാരം, ഒരു സ്ഥലത്ത് 5:20 നിസ്കാരം, ഒരു സ്ഥലത്ത് 5:30 നിസ്കാരം. ബാംഗ്ലൂർ ഇങ്ങനെ പല സ്ഥലത്താണ്. എന്നിട്ടും എണീക്കാൻ പറ്റാത്ത ഹതഭാഗ്യവാന്മാർ. അല്ലാഹു നഊദു ബില്ലാഹ് നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ ആൾക്കാരെ അവരെ പറ്റി അല്ലാഹു പറയുന്ന, നോക്കി മലക്കാളെ എല്ലാം വിട്ട്, പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും വിട്ട് വിരിപ്പിൽ നിന്ന് മാറി എണീറ്റ് വന്നയാൾ റഹബതൻ ഫീമാ ഇൻദി വശഫഖതൻ മിമ്മാ ഇൻദി, എന്റെ ഇഷ്ടം ആഗ്രഹിച്ച് എന്റെ അദാബിനെ പേടിച്ച് വന്നാള് നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ടാവില്ലേ? നോക്കി മലക്കാളെ, ഓൻ എത്ര നേരം പന്തളി കാണും, എത്ര നേരം ഓഫീസിലെ പണിയെടുക്കും. എന്നിട്ട് നോക്കിയാണ് ആ മനുഷ്യൻ കിടക്കണത് പള്ളിക്ക് പോവാതെ. എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ഉണ്ടാവോ? ഞാൻ ഉണ്ടാവോ? ഇന്ന് പറഞ്ഞതിൽ ഉണ്ടാകോ? എന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടാറിയ സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ കാണണം. നടക്കുവോ?
നടക്കണ്ടേ, സാധിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇഹലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള കഠിനാധ്വാനാണ്. അല്ലാഹു പറഞ്ഞെന്തറിയോ? യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഉൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. മനുഷ്യാ, നീ കഠിനാധ്വാനം ചെയ്യാണ്. ബാംഗ്ലൂരിന്റെ ട്രാഫിക്കിൽ നീ ഓടുകയാണ്. ഓഫീസുകളിൽ നിനക്ക് എക്സ്ട്രാ വർക്കുകളാണ്. നിന്റെ സ്ഥാപനത്തിൽ നിനക്ക് ഒരുപാട് ലോഡുകളാണ്, ഒരുപാട് ടെൻഷനുകളാണ്. നീ കദ്ഹൻ, നീ അധ്വാനിക്കുകയാണ്. പക്ഷേ അധ്വാനങ്ങൾ അവസാനം എന്തറിയോ? ഫമുലാഖി, നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ റബ്ബിനെ കാണുന്ന നേരത്ത് എന്ത് സംഭവിക്കറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ. യൗമൽ ഖിയാമത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ എല്ലാവരും കണ്ടുമുട്ടും. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ, ഒരു ട്രാൻസ്ലേറ്ററുടെ ആവശ്യം പോലും അവിടെ ഉണ്ടാവുകയില്ല. ഫയൽറ ഐമന മിൻഹു, വലതുഭാഗത്തേക്ക് ആ മനുഷ്യൻ നോക്കും. ഫലാ യുറ ഇല്ലാ മാ ഖദ്ദമ, മുമ്പ് ചെയ്ത അമലുകൾ മാത്രമാണുള്ളത്. വയൽറ അശ്അമ മിൻഹു ഫലാ യറ ഇല്ലാ മാ ഖദ്ദമ, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോഴും ചെയ്തത് തന്നെയാണ്. വയൽറ ബൈന യദൈഹി, മുന്നിലേക്ക് അയാൾ നോക്കും. ഫലാ യറ ഇല്ലന്നാറ തിൽഖാ വജ്ഹി, കൺമുന്നിൽ നരകത്തെ കാണും. ഫത്തഖുന്നാറ വലൗ ബിശിക്കി തംറ വലൗ ബികലിമത്തിൻ തയ്യിബ, നല്ലൊരു വാക്ക് കൊണ്ടെങ്കിലും ഒരു കാരക്കന്റെ കഷ്ണം കൊണ്ടെങ്കിലും നരകത്തെ കാത്തോളി മനുഷ്യരെ. ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ലാതെ നമ്മളെ നാട്ടിൽ ഒരാൾ വന്നില്ലേ, ജയിലിൽ കടന്നാണ്ട് വന്നില്ലേ? അയാൾ ജയിലിൽ വന്നപ്പോ ഒരു വാർത്ത നീന്, അയാൾക്ക് വേണ്ടി കോടതിയിൽ അറബിയിൽ പറയാൻ വേണ്ടി പോയ കുറെ ആൾക്കാരെ ഫോട്ടോ. ഒരാളെ ആവശ്യം ഉണ്ടാവില്ല പരലോകത്ത്. എന്റെ കാര്യം ഞാൻ തന്നെ പറയും. അതിനെന്തുവാണറിയോ? റബ്ബിനെ കാണാനുള്ള ആഗ്രഹമാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, എന്നെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമില്ലാത്ത ആളുകൾ, വറളൗ ബിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിൽ തൃപ്തിപ്പെട്ടവർ, വതുമന്നു ബിഹാ, ദുനിയാവിൽ സംതൃപ്തിയടഞ്ഞവർ, വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അശ്രദ്ധമായി ജീവിക്കുന്നവർ, ഉലൈക മഅവാഉമുന്നാർ, അവർക്ക് നരകമാണ് ഉണ്ടാവുക. അല്ലാഹുവിനെ കാണാൻ ആഗ്രഹമില്ലാത്തവരെ അല്ലാഹുക്ക് കാണാൻ ആഗ്രഹമുണ്ടാവുകയില്ല. വഖീലൽ യൗമ നൻസാകും, നാളെ പരലോകത്ത് വെച്ച് പറയും, ഞാൻ നിങ്ങളെ മറക്കുകയാണ്. കമാ നസീതും ലിഖാ യൗമിക്കും ഹാദാ, ഈ കണ്ടുമുട്ടലിനെ നിങ്ങൾ മറന്നതുപോലെ. ഉലൈക കണ്ടുമുട്ടലിനെ നിങ്ങൾ മറന്നതുപോലെ. വമഅവാകുമുന്നാർ, നിങ്ങൾക്ക് ചെല്ലാനുള്ളത് നരകമാണ്. ആ കണ്ടുമുട്ടലിനെ ഓർക്കണമെന്നാണ്. വലാ തകൂനൂ കല്ലദീന നസ്റുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ മറന്നവരെ പോലെ നിങ്ങളാവേണ്ടതില്ല. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗക്കാര് സമമല്ല, നരകക്കാര് സമമല്ല. സ്വർഗക്കാരാണ് വിജയിച്ചയാളുകൾ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചവരോട് നാളെ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. യൗമൈദിൻ തുഅറഊന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരു രഹസ്യവും രഹസ്യമാകാത്ത ദിനം, എല്ലാ സ്വകാര്യതകളും പരസ്യമാകുന്ന ദിനം, നമ്മുടെ ചാറ്റ് ഹിസ്റ്ററികൾ നമ്മൾ ക്ലിയർ ചെയ്തത് പുറത്തു വരുന്ന ദിനം. ആ ദിനത്തിലുണ്ടല്ലോ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ചില ആളുകൾക്ക് വലത് കൈകളിൽ രേഖകൾ കൊടുക്കപ്പെടും. ഫയഖൂലു ഹാഹും ഇഖ്റഊ കിതാബിയ, അവൻ സന്തോഷവാനാണ്, അവന്റെ രേഖ വായിക്കാൻ അവൻ ആവശ്യപ്പെടുകയാണ്. ഇന്നി വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ആ രേഖ വാങ്ങിയിട്ടവൻ പറയും, എനിക്കറിയാമായിരുന്നു ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ, മലിക്കുൽ ജബ്ബാറായ ആ റബ്ബിന്റെ
റബ്ബിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഹിസാബിനെ പേടിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. എന്നിട്ട് വരിട്ടോന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ വിചാരിച്ചാൽ കേട്ടോ, അവൻ സംതൃപ്തകരമായ ജീവിതത്തിലാണ്. അത് എവിടെയാണെന്നറിയോ? ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ്. ഖുതൂഫുഹാ ദാനിയ, ചെന്നെടുക്കേണ്ടതില്ല, ഇങ്ങോട്ട് ചില ഫലങ്ങൾ വരും. എന്നിട്ട് അവരോട് പറയും, കുലോ വശ്റബൂ, മനുഷ്യ തിന്നോ കുടിച്ചോ, ഹനി ആ വേണ്ടത്ര നിനക്ക് ഉപയോഗിക്കാം. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ദുനിയാവിൽ നീ ഇതിനു വേണ്ടി ഒരുങ്ങിയവനാണ്. സുഹൃത്തുക്കളെ, ഞാൻ എന്നോട് ചോദിക്കാം, നിങ്ങളോട് ചോദിക്കും, ഒരുങ്ങിയിട്ടുണ്ടോ റബ്ബിനെ കണ്ടുമുട്ടാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അമലുണ്ടോ? ഒരു യാത്ര പോകാൻ ഒരുങ്ങുമ്പോഴേ ബാഗ് റെഡിയാക്കുന്ന ഒരു ലാഘവത്തിൽ പോലും നമ്മൾ അമലുകൾ ഒരുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അമലുകൾ ധാരാളം ചെയ്യാം, റബ്ബിനെ സന്തോഷത്തോടെ കൂടി കണ്ടുമുട്ടാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آله وصحبه وسلم فاتقوا الله عباد الله. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീടും വാഹനവും പൈസയും എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളുകൾ ഒരു ദിനം നേരം പുലർന്നപ്പോൾ അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ആരോ കൊടുക്കുന്ന ബിസ്ക്കറ്റുകളും ബ്രെഡുകളും വെള്ളവും പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. അല്ല, അസമിലും ഒഡീഷയിലുമൊക്കെ പല ഭാഗങ്ങളിൽ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ട്. ഈ നിമിഷം നമ്മൾ സേഫാണ്. തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു പറയാൻ ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിച്ചോളി മനുഷ്യരെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إني أعوذ بك من زوال نعمتك. റബ്ബേ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നീങ്ങി പോവുക. വീട്ടില് മാസക്കണക്കിന് ഭക്ഷണം ഉണ്ടായിരുന്ന ആൾക്കാര്, ഫ്രിഡ്ജിൽ പാലിന്റെ പാക്കുകൾ ഉണ്ടായിരുന്ന ആൾക്കാര് ദുരിതാശ്വാസ ക്യാമ്പിലെ കട്ടൻ ചായ കുടിക്കുക, നാട്ടുകാരെ സഹായം സ്വീകരിച്ച് ജീവിക്കാം. നല്ല ബെഡിൽ കടന്നുറങ്ങിയിരുന്നവർ, എസിയിൽ കിടന്നുറങ്ങിയിരുന്നവർ ദുരിതാശ്വാസ ക്യാമ്പിലെ പായകളിൽ കിടക്കുക. ഒന്നിട്ട് കുലുങ്ങിയ മതി ഭൂമി, ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചില സുഹൃത്തുക്കൾക്ക് രോഗികളായിരുന്നു, അതവർക്ക് പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. ഇത്രേ ഉണ്ടാവുള്ളൂ. ഒന്നിട്ട് പിടിച്ചു വിട്ടാ മതി. പേര് പറയുന്ന ബ്ലോക്കാണ്, പിന്നെ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഒക്കെ പല ഗ്രാമുകളും പേരൊക്കെ പറയും. പക്ഷെ പഠിച്ച ആ പോണ പോക്കുന്നേ കഴിഞ്ഞു, ഒന്നാണ് നെക്കി വിട്ടിട്ടുള്ളൂ, അയാളൊന്ന് സ്റ്റെക്കായി. ഇതൊന്നും നമ്മളോട് ചെലവും ചോദിക്കാതെ കൊണ്ടുവന്ന റബ്ബുണ്ട്. നിഅമത്തുകളാണ് ഇതൊക്കെ. ഈ നിഅമത്തുകൾ തീരും. നീ എനിക്ക് ചെയ്തു തന്ന ആഫിയത്തുകൾ പെട്ടെന്നില്ലാതെയാവുക, പെട്ടെന്നുള്ള മരണങ്ങൾ, നിന്റെ എല്ലാ ദേശങ്ങളിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം എന്നോടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യമാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ, വിട്ടുവീഴ്ച വേണം, വൽ ആഫിയ, സൗഖ്യം വേണം, ഫീ ദീനി, ദീനിൽ വേണം, വ ദുനിയായ, ദുനിയാവിൽ വേണം, വ അഹ്ലി, കുടുംബത്തിൽ വേണം, വ മാലി, സമ്പത്തിൽ വേണം. അല്ലാഹുമ്മ സ്തുർ ഔറാതി. റബ്ബേ, എനിക്ക് ഒരുപാട് ന്യൂനത ഉണ്ട്, മറച്ചു വെച്ചു തരണം. വ ആമിൻ റൗആതി, എന്റെ പേടികളെയൊക്കെ നീ എനിക്ക് നിർഭയത്വം നൽകണം. അല്ലാഹുമ്മ ഹ്ഫൽനി മിൻ ബൈനി യദയ്യ. റബ്ബേ, എന്റെ മുന്നിലൂടെ
വലതിലൂടെ ഇടതിലൂടെ എന്നെ സദാ നീ പ്രൊട്ടക്ട് ചെയ്യണം. ആ പ്രൊട്ടക്ട് ചെയ്ത് നീ എന്നെ കാത്തോളണം. വലത്തക്കിൽ നീ ഇലാ നഫ്സി തുറഫത്ത ഐൻ, കണ്ണു ചിമ്മി തുറക്കുന്ന സമയം എന്നെ ഏൽപ്പിക്കണം, എനിക്ക് പറ്റൂല എന്നാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ പറഞ്ഞത്, ഉറങ്ങി എണീറ്റപ്പോ റൂമിലേക്ക് കാല് വെച്ചപ്പോ വെള്ളത്തുക കാല് വെച്ച്, എനിക്കറിയില്ല എന്നെ നിയന്ത്രിക്കാം, എനിക്ക് പറ്റൂല. അതുകൊണ്ട് റബ്ബേ നീ ചെയ്തു തന്ന നിഅമത്തുകൾ ഇല്ലാതെയാകുന്നതിൽ നിന്ന് ചോദിക്കുക. അങ്ങനെ റബ്ബിലേക്ക് വിനയാന്യതരായി ജീവിതം ക്രമീകരിക്കുമ്പോൾ നമുക്ക് മരണത്തിനപ്പുറം നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് കുറച്ചൊക്കെ സമയം ഉണ്ടാക്കണം. എല്ലാ ശനിയാഴ്ചയും രാവിലെ പള്ളിയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കാം. കുറച്ചൊക്കെ ക്രമീകരിക്കേണ്ടി വരും. ലൈഫ് ഒന്ന് ക്രമീകരിച്ച് ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുക. ജീവിതത്തില് കുറച്ച് തിരക്കുകളൊക്കെ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായമുണ്ടാകും. അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫാവിന് ആജിലത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്കൊക്കെ എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണത്തിനപ്പുറമുള്ള ലോകത്ത് ഖബർ വിശാലമാക്കാനും ഖബറിൽ സ്വർഗത്തിലെ അനുഭൂതികൾ അനുഭവിക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറന്ന കാഹളത്തിലൂതി പരലോകത്തെത്തുമ്പോൾ നാളെ റബ്ബിന്റെ തിരുവജ്ഹ് ദർശിക്കാൻ മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ പടപ്പുകളിൽ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما والحمد لله رب العالمين عباد الله أقيموا الصلاة.